ചേട്ടൻ വിജയ് സേതുപതിനെ ആവാഹിച്ചിട്ട് പൊട്ടല്ല മുട്ടായ പാട്ട് ഡാൻസ് കളിക്കാൻ പോവാണ്. വണ്ടി ഓടിക്കുമ്പോ വരെ പ്രാക്ടീസ് ആയിരുന്നു. തലേ ദിവസത്തെ പ്രാക്ടീസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മള് വേറൊരു സംഭവത്തിനാണ് ഇറക്കാൻ പോകുന്നത്. ഒരു വീഡിയോ എടുക്കാൻ പോവാണ്. നിങ്ങൾ എന്തായാലും ഇത് ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു ബിഹൈൻഡ് ദ സീൻസ് ഇറക്കാന്ന് വെച്ചു. എന്താണ് ഇപ്രാവശ്യം വീഡിയോ എടുക്കാന്ന് വെച്ചത്? പക്ഷെ ആ പാട്ട് ഒന്നാമത്തത് അതിന്റെ ട്രെയിലർ കണ്ടപ്പോഴും അതിലെപ്പോഴും വഴക്കിടുന്ന ഒരു ഹസ്ബൻഡ്. എക്സാക്ട്ലി ഐ സീൻ മീ ഇൻ ദാറ്റ് നിത്യമോ. ഫിഗർ വൈസ് എന്നെ എപ്പോഴും പപ്പു വിളിക്കുന്നതാണ് മത്തങ്ങ. സോ മീ മൈസെൽഫ് ആക്സെപ്റ്റഡ് ദാറ്റ് ഐ ആം എ മത്തങ്ങ ലൈക്ക് നിത്യ. ഐ തോട്ട് ഐ ജസ്റ്റ് ട്രൈ. കാണാം, നമുക്ക് എന്തായാലും വീഡിയോ സെറ്റ് ആയിട്ട് വരും. ഞങ്ങളിപ്പോ പൊട്ടല മുട്ടയ ഡാൻസ് ഏകദേശം അതേ ലൊക്കേഷൻ ഒക്കെ നോക്കി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ പാട്ടിലത്തെ അതേ ലൊക്കേഷൻ ദുബായിൽ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാ ചെറിയ കാര്യമല്ല. ഓൾ ക്രെഡിറ്റ്സ് ഗോസ് ടു മിസ്റ്റർ പപ്പു. ഞങ്ങൾ ഏകദേശം പകല് ഒരു 5:30 നേരത്താണ് അവിടെ എത്തിയത്. എന്നിട്ട് അൽസേഫിന്റെ ഉള്ളിൽ കുറെ നടന്നതിന് ശേഷമാണ് നമുക്കൊരു അടിപൊളി പെർഫെക്റ്റ് സ്പേസ് കിട്ടിയത്. നമ്മുടെ പാട്ടിലത്തെ പോലത്തെ ഒരു സ്ഥലവും അധികം ആൾക്കാരുടെ ഒരു ഇന്ററാക്ഷൻ ഇല്ലാത്ത സ്ഥലവും ഒക്കെ വേണമല്ലോ. ലേശല്ല, ഇത്തിരി കൂടുതൽ ചൂടുണ്ടായിരുന്നു. എന്നാലും അതൊക്കെ സഹിച്ച് പിള്ളേരും നമ്മുടെ കൂടെ കട്ടക്കി നിന്നു. എത്ര റീടേക്ക് പോയി എന്നൊരു കണക്കില്ല കേട്ടോ. എന്നാലും നമുക്കത് ചെയ്യണം, അത് ചെയ്ത് അതിന്റെ ഒരു ഔട്ട്പുട്ട് കാണണം എന്നൊരു എക്സൈറ്റ്മെന്റിൽ തന്നെയായിരുന്നു എല്ലാവരും. അതിന്റെ ഒരു റിസൾട്ട് തന്നെയാണ് കേട്ടോ പാട്ടിൽ കണ്ടത്. ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് എന്തായാലും കിട്ടുന്നത്. ഇവരുടെ ഇടയിലുള്ള ആ ഒരു ബോണ്ട് തന്നെയായിരുന്നു കേട്ടോ ആ ഒരു ഹൈലൈറ്റ്. അത് ഷൂട്ടിന് എത്രത്തോളം എളുപ്പാക്കിന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. സംഭവം എന്തായാലും കൂൾ ആൻഡ് അടിപൊളിയായിരുന്നു. ഇതിന്റെ പാട്ട് കാണാത്തവരുണ്ടെങ്കിൽ നേരെ എന്റെ പ്രൊഫൈലിൽ ഒന്ന് പോയി നോക്കിയാൽ മതി, കാണാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഒരു മന്തിക്കട അറ്റാക്ക് ചെയ്യാനാണ് പോയത്. അതൊരു 1.5 മന്തിക്കടയായിരുന്നു.